ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ പ്രാർത്ഥനയുടെ അതിമനോഹരമായ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കുന്നത് അതിപ്രകാരമാണ്. നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. വഴിയോര കാഴ്ചകളും പ്രകൃതി ഭംഗി ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, കുറേയേറെ കൗതുകങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ചോദിക്കും, അപ്പ അമ്മ ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ. നമുക്ക് എല്ലാത്തിനും സംശയമാണ്. അവരുത്തരം പറയാൻ വരുമ്പോഴേക്കും നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണ്? നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും ശ്രദ്ധ നമ്മിലേക്ക് ആകർഷിക്കണം. ഇപ്രകാരം നമുക്കും ഈ ദൈവത്തിൻ്റെ ശ്രദ്ധ നമ്മിലേക്ക് ആകർഷിക്കാൻ സാധിക്കണം. ഒരു ദേഷ്യത്തോടെയുള്ളൊരു സ്നേഹം. നമ്മുടെ സഹനത്തിൻ്റെ വേളയിൽ നമുക്ക് ആരുമില്ലെന്ന് തോന്നുന്ന സമയത്ത് എൻ്റെ ദൈവത്തിൻ്റെ ശ്രദ്ധ എന്നിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഇന്ന് പുതുഞായർ തിരുനാളാണ്. നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹ തൻ്റെ വിശ്വാസം ദൈവത്തിനുമുമ്പിൽ അടിവരയിട്ട് പറഞ്ഞതിൻ്റെ ഓർമ്മദിനം കൂടിയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവം. ആഴ്ചയുടെ 1-ാം ദിവസം ഭയചകിതരായ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ഈശോ പ്രത്യക്ഷനാകുന്നു. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. പക്ഷേ ഈ സമയത്ത് നമ്മുടെ ആൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആരാണത്? നമ്മുടെ സ്വന്തം തോമാസ് ശ്ലീഹ. തോമാസ് ശ്ലീഹ തിരിച്ചെത്തിയപ്പോൾ മറ്റുള്ള ശിഷ്യന്മാർ പറഞ്ഞു, ഈശോ വന്നിരുന്നു, ഞങ്ങളെ കണ്ടു, ഞങ്ങൾക്ക് സമാധാനം ആശംസിച്ചു. തോമാസ് ശ്ലീഹ പറഞ്ഞു, അവൻ്റെ മുറിവിൽ എൻ്റെ കൈ ഇടാതെ, അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈകൾ വയ്ക്കാതെ ഞാൻ വിശ്വസിക്കില്ല. ഇത് തോമാസ് ശ്ലീഹായുടെ ആത്മനൊമ്പരമാണ്. എൻ്റെ ഈശോ കാണാൻ വന്നപ്പോൾ എനിക്ക് ഈശോയെ കാണാൻ സാധിച്ചില്ലല്ലോ എന്നൊരു ആത്മനൊമ്പരം. ഇത് അവിശ്വാസമല്ല, ഈശോയെ കാണണമെന്നുള്ള തീവ്രമായ സ്നേഹമാണ്. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുന്നു. വഴിയരികിൽ കാത്തിരുന്ന അന്ധയാചകൻ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ ശ്രദ്ധ ആകർഷിച്ചു. ഇതേപോലെ തോമാസ് ശ്ലീഹായും ഈശോയെ ഒന്ന് ചലഞ്ച് ചെയ്യുകയാണ്. നീ ഉദ്ധിതനാണെങ്കിൽ, നീ ദൈവപുത്രനാണെങ്കിൽ എൻ്റെ മുമ്പിൽ ഒന്നുകൂടി പ്രത്യക്ഷപ്പെടും, എനിക്ക് നിന്നെ കാണണം. അത് അവൻ്റെ അവിശ്വാസം കൊണ്ടല്ല, ഈശോയെ കാണണമെന്നുള്ള ഹൃദയത്തിൽ നിന്നുള്ള ആ തീക്ഷ്ണമായ സ്നേഹം കൊണ്ടാണ്. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, തോമാസ് ശ്ലീഹായെ പോലെ നമുക്കും ഈശോയെ കണ്ടെത്താൻ സാധിക്കും, ഈശോയെ അനുഭവിക്കാൻ സാധിക്കും, ഈശോയെ കാണാൻ സാധിക്കും. ഈ പുതുഞായർ തിരുനാൾ നമ്മോട് ആവശ്യപ്പെടുന്ന ഇതാണ്, ദൈവത്തെ ചലഞ്ച് ചെയ്യുക. എനിക്ക് നിന്നെ കാണണം, നിന്റെ ശ്രദ്ധ എന്നിലേക്ക് ആകർഷിക്കണം. അവസാനം തോമാസ് ശ്ലീഹായെ പോലെ നമുക്കും ഏറ്റുപറയാൻ സാധിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവം.